ഇറങ്ങുന്ന സിനിമകളെയൊക്കെ സിനിമാ പ്രേക്ഷകര് രണ്ട് രീതിയിലാണ് കാണുന്നത്. കമേഴ്ഷ്യൽ സിനിമകളും ആർട്ട് മൂവീസും അല്ലെങ്കിൽ അവാർഡ് മൂവീസും. ഈ രണ്ട് കാറ്റഗറിയിലുള്ള സിനിമകളിൽ തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ വല്ലാതെ അങ്ങോട്ട് കുറച്ച സംവിധായകനാണ് ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ് ജയരാജ്. അങ്ങനെ ചിരിക്കാത്ത വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംവിധായകനെയാണ് പുറമെ അറിയുന്നത് അല്ലെ എല്ലാവർക്കും. എന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും അല്ലേ, ഒരു മൊറഡൻ ലുക്ക് ഉണ്ടോ ചെറുതായിട്ട്. അയ്യോ, ഏറ്റവും കൂടുതൽ സമയം ഈ ലുക്ക് മാറ്റാൻ വേണ്ടി, പക്ഷെ എല്ലാം പോയി. എനിക്ക് നോട പറയാറുണ്ട്, ഞാൻ സത്യം പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാ. ആയിക്കോട്ടെ, അപ്പൊ കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് സംസാരിക്കാമല്ലോ. ബേസ് കൂട്ടാലോ. ഇപ്പൊ ഓക്കെയാണോ? ഇപ്പൊ കുഴപ്പമില്ല. ഞങ്ങൾ കളിയാട്ടം എന്ന സിനിമ ഡബ് ചെയ്യാൻ വേണ്ടി സുരേഷ് ഗോപിയെ വിളിക്കുമ്പോൾ നല്ല കട്ടിയുള്ള ശബ്ദം വേണം. പെരുമലേന്റെ കഥാപാത്രമാണ് ചെയ്യുന്നത്, ഒഥല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ വെളുപ്പിന് 2 മണിക്ക് സുരേഷ് ഗോപി ഡബ് ചെയ്യാൻ വരും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. രാവിലെ കുറെ സിഗരറ്റ് വിളിക്കും, എന്നിട്ട് സുരേഷ് ഗോപി ബേസ് ഉണ്ടാക്കാനായിട്ടെ. അങ്ങനെ വെളുപ്പാങ്കാലത്ത് 2 മണി തൊട്ട് 3 മണി വരെ ബേസ് ഉണ്ടാക്കി, അതിനുശേഷം സിഗരറ്റ് വലിച്ച് വീണ്ടും ബേസ് ഉണ്ടാക്കിയൊക്കെ എടുത്ത സിനിമയാണ്. നാഷണൽ അവാർഡ് കിട്ടി സുരേഷ് ഗോപിക്ക്, ബെസ്റ്റ് ആക്ടർ. കുറെ വലിച്ചു കേട്ടിട്ടുണ്ടെന്ന്. അതെ, ഞാൻ പറഞ്ഞത് മുഴുവിച്ചില്ല. മലയാളത്തിൽ തന്നെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു ചിത്രത്തിന്റെ സംവിധായകൻ, ഇത്രയും ബിഗ് ബഡ്ജറ്റില് ബിഗ് ക്യാൻവാസില്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ക്രെഡിറ്റ് ഒക്കെ എടുത്തിട്ട് കോളറൊക്കെ ഒന്ന് പൊക്കിട്ടിരിക്കുന്നു. അതിന്റെ ക്രെഡിറ്റ് അവന്റെ പ്രൊഡ്യൂസർ 35 കോടി മുടക്കിയതിനു ശേഷം അദ്ദേഹം ഇരിക്കുന്നത് കാണുമ്പോൾ ടെൻഷനിലാണ് ഞാനിപ്പോ. കോളർ പൊക്കാൻ പറ്റണില്ല അല്ലേ? അയ്യോ, ഇതൊന്ന് ഓടി കഴിഞ്ഞാൽ പിന്നെ പോകും, കാരണം ഇത് തിരിച്ചു കിട്ടണ്ടേ. 35 കോടി ബഡ്ജറ്റിൽ തന്നെയായിരുന്നു ഈ സിനിമ തുടങ്ങിയത്. 35 അതിന്റെ മേലോട്ട് പോകാനും പ്രൊഡ്യൂസർ ഒരുക്കായിരുന്നു. അപ്പം ഞാൻ ഈ സിനിമ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഒറ്റാല് കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്റർവ്യൂവിൽ അടുത്ത സിനിമ ഏത് എന്നുള്ളൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു അടുത്ത സിനിമ വീരമാണ്, അത് ഞാൻ അടുത്ത ഒക്ടോബറിൽ തുടങ്ങും. ആരാണ് പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ ആയിട്ടില്ല. അപ്പൊ ഈ ഇന്റർവ്യൂ വായിച്ചിട്ടാണ് അദ്ദേഹം എനിക്കൊരു SMS അയച്ചു. അദ്ദേഹം ഖത്തറിലാണ്. അവിടെ നിന്ന് അയച്ചു, ഞാൻ ആ നിർമ്മാതാവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു, ആരാണത്? ചന്ദ്രമോഹൻ ഡി പിള്ളൈ ആൻഡ് പ്രദീപ് രാജൻ. അപ്പം എത്രയോ മുമ്പ്, 25 വർഷം മുൻപ് ഞങ്ങൾ മദ്രാസിൽ ഒന്നിച്ച് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഭരതേട്ടനോട് വർക്ക് ചെയ്യുന്നു. മോഹൻജി ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയുള്ള സ്വപ്നമായിട്ട് നടക്കുന്നു. അന്ന് ഏതോ മുഹൂർത്തത്തിൽ അറിയാതെ പറഞ്ഞുപോയി, ഞാൻ കാശൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നിന്നെ കൊണ്ടൊരു സിനിമ ചെയ്യിക്കും എന്ന് പറഞ്ഞു. അത് എന്റെ മനസ്സിലില്ല, ഞാൻ മറന്നു, കാരണം പലരും ഇങ്ങനെ പറയുന്നതല്ലേ. പക്ഷെ മോഹൻജി അത് സീരിയസ് ആയിട്ട് എടുത്തു. 25 വർഷം കഴിഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ പറഞ്ഞു, ഞാനാണ് ആ സിനിമ നിർമ്മിക്കുന്നത്, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഓർമ്മയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇത്രയും വലിയൊരു പ്രൊഡ്യൂസർ ആകാൻ വേണ്ടി പോകുന്ന ആളല്ലേ. ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് കാണാം, അങ്ങനെ എറണാകുളത്ത് വരൂ, നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ അവിടെ വന്നു, ഞാൻ ഈ കഥ പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യമുള്ളൂ പറഞ്ഞുള്ളൂ, ഇത് വലിയൊരു ഡ്രീമാണ് എൻ്റെ. മലയാളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉള്ള സിനിമയായിരിക്കും. ആ എക്സ്പെൻസ് മുഴുവൻ താരങ്ങൾക്ക് വേണ്ടിയല്ല, ടെക്നീഷ്യൻസിന് വേണ്ടിയാണ്. കാരണം ഹോളിവുഡിൽ നിന്നൊക്കെ ഒരുപാട് ടെക്നീഷ്യൻസ് വേണ്ടി വരും. ലോക നിലവാരമുള്ള, ലോകത്തിലെ മറ്റ് സിനിമകളോട് കിടപിടിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഒരു വേൾഡ് ക്ലാസിക് തന്നെയായിരിക്കും. യെസ്. അപ്പം എന്നോട് പറഞ്ഞു എന്താണ് സബ്ജക്ട്? ഞാൻ പറഞ്ഞു മാക്ബത്ത്, വീരം. അതെ, വീരം. ഇന്നിപ്പോ സ്പോട്ട്ലൈറ്റിൽ സംവിധായകൻ ജയരാജന്റെ വിശേഷങ്ങളോടൊപ്പം തന്നെ വീരം സിനിമയുടെ കാണാ കാഴ്ചകളിലേക്കും പോവാം. നമ്മൾ മലയാളികൾക്ക് ഇത്രനാളും അറിഞ്ഞിരുന്ന ചന്തു വളരെ നല്ലവനായ ചതിക്കാത്ത ചന്തുവായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് മലയാളികളുടെ ആ ഒരു കോൺസെപ്റ്റിനെ പൊളിച്ചെഴുതിയിട്ട് സംവിധായകൻ ജയരാജന്റെ വീരം എന്ന് പറഞ്ഞ സിനിമയിലൂടെ ചതിയനായ ചന്തുവിന്റെ കഥ പറയുന്നത്. അതേ സംവിധായകനാണ് ഇന്ന് സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ് കേട്ടോ. ഇവിടെ ഞാനുണ്ട് ശാലിനി. അല്ല, ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയാ, ഈ ചതിയനായ ചന്തു പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ കുറെ ചന്തുമാരുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ചന്തു ഇപ്പൊ ഒന്നല്ലേ, അതിനൊക്കെ മുമ്പ് മോഡേൺ ചന്തുവാണ്. അതിന് മുമ്പുള്ള ചന്തുണ്ട്. 20-25 വർഷമുള്ള ഈ ചന്തുവിന് വന്നിട്ട്. അതിനൊക്കെ മുമ്പ് 12-ാം നൂറ്റാണ്ടിലുള്ള ഒരു കഥയാണ് വടക്കൻപാട്ട്. കഥയല്ല, ചരിത്രമാണ് വടക്കൻപാട്ടുകൾ. അപ്പൊ അന്ന് വടക്കൻ പാട്ടുകളുടെ എല്ലാ പുസ്തകങ്ങളും എടുത്ത് നോക്കിയാൽ അതിലെ ചന്തു ചതിയൻ ചന്തുവാണ്. ആരോമലും അരിങ്ങോടരും നമ്മളുള്ള അംഗം നടക്കുമ്പോൾ തുണ പോയത് ചന്തുവാണ്. അങ്ങനെ പോകുമ്പോഴാണ് അരിങ്ങോടരുടെ തറവാട്ടില് കുട്ടിമാണി അതിസുന്ദരി. അപ്പൊ ഇവര് ഇൻവൈറ്റ് ചെയ്യാണ് ചന്തുവിനെ. വീട്ടിൽ വന്ന് വെറുതെ ഒന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്ന വിളിച്ചു വരുത്തിട്ട് അവിടെ വെച്ച് പറയാണ്, ഉണ്ണിയാർച്ച അവള് വീണ്ടും എച്ചില് തിന്നണോ ചന്തു? ഞാൻ നിനക്ക് പെണ്ണായിരിക്കാം ഇപ്പൊ തന്നെ, പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം, എന്റെ അമ്മാവൻ ജയിക്കണം, അരിങ്ങോട്ട് ജയിക്കണം, അതിന് ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം തെച്ച് ചുരിക വിളക്കണം എന്ന് പറയാം. ചന്തു കൺഫ്യൂസ്ഡ് ആയി. 2 സ്ത്രീകളുടെ ഇടയിൽ ചന്തു ആകപ്പാടെ കൺഫ്യൂഷൻ ആയി. ഇവിടെ നമ്മൾ ലേഡി മാക്ബത്ത് എന്ന കഥാപാത്രത്തെ ഇമ്പോസ് ചെയ്യാണ് ഈ കുട്ടിമാണിയിലേക്ക്. അങ്ങനെ കുട്ടിമാണി വീണ്ടും നിർബന്ധിക്കുന്നു, അവനെ വശീകരിക്കുന്നു. ആ ചതി ചെയ്യാൻ വേണ്ടി ചന്തു പ്രേരിതനാകുന്നു. അപ്പൊ യഥാർത്ഥത്തിലുള്ള ചരിത്രത്തിലുള്ള കഥയും മാക്ബത്തിന്റെ ചതിയും കൂടെ കൂടിച്ചേർക്കാണ്. മാക്ബത്തിന്റെ കഥ അറിയോ? മാക്ബത്ത് സേനാനായകനാണ്, ഡങ്കൻ രാജാവാണ്, ലേഡി മാക്ബത്ത് ഭാര്യ. അങ്ങനെ ഒരു ദിവസം അന്തി ഉറങ്ങാൻ മാക്ബത്തിന് വീട്ടിൽ വന്നു രാജാവ്. ഉറങ്ങുന്ന സമയത്ത് അപ്പോൾ ലേഡി മാക്ബത്ത് പറയാണ്, നീ ഇപ്പൊ കൊന്നാൽ ഇതാണ് അവസരം, ഇതിക്കുള്ള അവസരം ഇനി ഒരിക്കലും കിട്ടില്ല, കാരണം നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു, ഈ സമയത്ത് നീ കൊന്നിട്ട് ആ ചോര കാവൽക്കാരുടെ
പുറത്ത് അല്ല അവരുടെ കൈകളിൽ പുരട്ടുകയാണെങ്കിൽ അവർ കൊന്നായിട്ട് വരുള്ളൂ, എന്നിട്ട് നീ അവരെ കൊന്നിട്ട് നീ വിലപിച്ചോളൂ, അങ്ങനെ നീ രാജാവാവും എന്ന് പറഞ്ഞ് ഇവനെ അങ്ങോട്ട് ഇമ്പോസ് ചെയ്യാണ്. അങ്ങനെ വാള് മേടിച്ച് ഡങ്കനെ കുത്തിക്കൊന്ന്. അപ്പൊ അതേ കഥാപാത്രം അതേ ഇൻസിഡന്റിനെ നമ്മൾ ഇങ്ങോട്ട് വടക്കമ്പാട്ടിലേക്ക് എടുക്കുകയാണ്. ഈ ചന്തുവിന്റെ ചതിയിലേക്ക് നമ്മൾ അത് കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ ചന്തു ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവിനെ കൊല്ലുന്നത്, ആരോമൽ മടിയിൽ കിടന്നുറങ്ങുമ്പം ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിക്കുന്നത് കുട്ടിമാണിയാണ്. അപ്പൊ ഈ നിമിഷം ഒരിക്കലും പാഴാക്കരുത്, 18 കളരിക്കും ചേകോൺ നീ ആവണമെങ്കിൽ ഇപ്പൊ നീ ആരോമലെ കൊല്ലണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കുത്തുകളൊക്കെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ കുത്തി കൊല്ലേണ്ടി വരികയാണ് ചന്തുവിന്. അങ്ങനെ മാക്ബത്തും ചന്തുവും തമ്മിലുള്ള സമാനതകൾ ഒരുപാടുണ്ട്. 12-ാം നൂറ്റാണ്ടിലാണ് വടക്കം പാട്ട് നടക്കുന്നത്, 16-ാം നൂറ്റാണ്ടിലാണ് മാക്ബത്ത് എഴുതുന്നത്. പക്ഷേ സിറ്റുവേഷൻ സെയിം ആണ്. ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രണ്ട് കൾച്ചറിൽ ഒരേ കഥ പറയാ. അതങ്ങനെ സംഭവിച്ചു. അപ്പൊ കളരി വരെ ഞാൻ ചിന്തിച്ചുള്ളൂ, ബാക്കി തന്നെ സംഭവിച്ചു. കാരണം ഒരു മോമെന്റിൽ അറിയാൻ സംഭവിച്ചു പോയതാ. ഞാൻ കുത്തിയിരുന്നിട്ട് ഇന്ന് രണ്ടും കൽപ്പിച്ചു, ഇത് രണ്ടും കൂട്ടുകണക്കിട്ട് കാര്യം അങ്ങനൊന്നുമില്ല. ഇത് സംഭവിച്ചു, അത്രേ ഉള്ളൂ. മലയാളത്തിലൊരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ ഉടനെ തന്നെ വാർത്തകൾ കേൾക്കാം, ഇതിനി ഉടനെ തന്നെ തമിഴിലേക്ക് റീമേക്ക് ചെയ്യാണ്, ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാണ്, തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ കേട്ടത് വെച്ചിട്ടാണെങ്കിൽ വീരം മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഇനി വേറെ വല്ല ഭാഷ ഞാൻ വിട്ടുപോയോ? ഇല്ല, ഇതില് നമ്മൾ ഒരേ സമയത്ത് ചെയ്തിട്ടുള്ളത് മലയാളവും ഹിന്ദി ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. തമിഴും തെലുങ്കൊക്കെ ഡബ് ചെയ്യുന്നുള്ളൂ. ഇത് മൂന്നും കൂടെ ഒന്നിച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു പോസിബിലിറ്റി ഉണ്ട് ഇംഗ്ലീഷിൽ മാക്ബത്തിന്. അതുകൊണ്ടാണ് ഓസ്കറിന്റെ ഫൈനൽ ലിസ്റ്റിൽ ഇതെത്താൻ നോമിനേഷന് ജസ്റ്റ് മുമ്പ് വരെ ബെസ്റ്റ് ഫിലിമും ബെസ്റ്റ് ഇംഗ്ലീഷ് സോങ്ങും വന്നത്. അതുപോലെ ഹിന്ദിയിലാണെങ്കിൽ ഇപ്പോ കുനാൽ കപൂറും ഓൾമോസ്റ്റ് ഓൾ ആക്ടേഴ്സ് ഹിന്ദിയിലുള്ളവരാണ്. അപ്പൊ ഇത് നമ്മൾ ആരോമൽ ചേകവർ ഒരേ സംഭവം ഒരേ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഹിന്ദിയിലും റിലീസ് ചെയ്യാം. കാരണം ഇതിനൊരു യൂണിവേഴ്സൽ ഫീൽ ഉണ്ട്. കാരണം മാക്ബത്ത് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ആയോധന വിദ്യ കളരി അതൊരു മാർഷൽ ആർട്സ് ആയതുകൊണ്ട് അതും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് മാത്രമല്ല ബാക്കി ഭാഷകളിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കളരി ബാക്കിയുള്ള നാട്ടുകാർ അറിയുകയും ചെയ്യും. അറിയണം, നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. കളരി അങ്ങനെ ചുമ്മാ വിടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ തന്നെ ഡിവീന അങ്ങനെ മറ്റേ ആക്ടേഴ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാണ്. സിനിമ കഴിഞ്ഞിട്ടും ശിവജിത്ത് നമ്പ്യാര്, കുനാൽ കപൂർ ഇവരെല്ലാം കളരി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി, ഞാൻ ഒഴിച്ച്. എവിടെ കണ്ടാൽ കളരിയാന്ന് പറയാം. പണ്ട് ഞാൻ എൻ്റെ ഡ്രാഗൺ സിനിമ 15 പ്രാവശ്യം കണ്ടു. അന്ന് ബ്രൂസിൽ വരുന്ന കാലമാണ്, ഫസ്റ്റ് പട ബ്രൂസിലിയുടെ. അപ്പൊ ഇത് ഞാൻ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലമാണ്. നേരെ കരാട്ട പഠിക്കാൻ ചേരുകയാണ് കോട്ടത്ത്. ഫസ്റ്റ് ഡേ തന്നെ ഇഷ്ടേ പൊട്ടിക്കുകയാണ്. വീട്ടിൽ വന്നിട്ട് കൈയുടെ ഇടപാട് തരുന്നത് 3-4 ഇഷ്ടേ വെച്ചിട്ട് അലറിക്കൊണ്ട് പൊട്ടിക്കുക. പിന്നെ അടുത്തത് മണല് പഴിപ്പിച്ചിട്ട് അതിനകത്ത് കൈയിടണം. വീട്ടുകാരെങ്ങനെയാ നേരത്തെ അറിഞ്ഞ് ചട്ടി വെച്ചപ്പോഴേ അറിഞ്ഞ് ഓടിച്ചു തന്നെ. പിന്നെ ഇതിന് തന്നെ പ്രാക്ടീസ്. അങ്ങനെ ബ്ലൂ ബെൽറ്റ് വരെ പഠിച്ചു ഞാൻ. എന്റെ വിചാരം പിന്നെ ഞാൻ എന്നിട്ട് തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് എന്റെ മുറിയിലോട്ട് കയറി വരുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും കളിയാക്കും. കയറി വരുമ്പോഴേക്കും ബ്രൂസിലിയുടെ ഒരു പടമാണ് ഇങ്ങനെ എന്റെ ഡ്രാഗണിലെ. അതിന്റെ താഴെ ഷോട്ടോക്കാൻ കരാട്ട അക്കാഡമി, ഒരു ഡ്രാഗന്റെ ഫേസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ റൗണ്ട്. അതിന്റെ താഴെ നഞ്ചാക്കു എന്ന് പറഞ്ഞൊരു വെപ്പണാണ്. അതായത് എന്റെ ഡ്രാഗന്റെ അകത്ത് ബ്രൂസിൽ ഉപയോഗിക്കുന്ന ഒരു വെപ്പണാ. 2 സ്റ്റിക്കും നടുക്കൊരു ചെയിനുമാണ്. അത് ഭയങ്കര എക്സ്പേർട്ട്. ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആയിരുന്നു അത് ചെയ്യാൻ. പിന്നെ അതിങ്ങനെ ക്രോസ് ആയിട്ട് വെക്കും. പിന്നെ ബ്രൂസിലിയുടെ ഏതൊക്കെ പോസ്റ്റേഴ്സ് ഉണ്ട് അതെല്ലാം വരുത്തുക പുറത്തുനിന്ന്. പിന്നെ ബ്രൂസിലിയുടെ വൈഫ് എഴുതിയൊരു പുസ്തകമുണ്ട്, ദ മാൻ ഓൺലി ഐ ന്യൂ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ലിൻഡ ലീ എഴുതിയ പുസ്തകം. അത് വരുത്തുക. അങ്ങനെ ബ്രൂസിലുമായിരുന്നു. അത് അന്ന് മാർഷൽ ആർട്സ് നമ്മുടെ നാട്ടിൽ അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്ത ഒറ്റ സിനിമ ഉണ്ടായി. എൻ്റെ അടുത്ത് വന്നതോടുകൂടി കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും ഡോജോസ് ആയി. ഇപ്പോഴും കരാട്ടെ അക്കാഡമികളോ അല്ലെങ്കിൽ ഡോജോയോ ഉള്ളത് ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ഫിലിം. നമ്മുടെ കളരിക്ക് അതിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ലുക്കില്ലെന്നുള്ളൂ. ഈ മാർഷൽ ആർട്സ് എത്ര പഠിച്ചപ്പോ 10 ഇഷ്ടയൊക്കെ ആയപ്പോഴും നിർത്തിയാൻ ആണല്ലേ. പിന്നെ കൈയൊടിയൊന്നും മനസ്സിലായി. ഒരു പ്രാവശ്യം കൈ ഒടിഞ്ഞപ്പോഴേക്കും ഞാൻ ഇഷ്ടയെ നിർത്തി. ഇഷ്ടയെ പാസ്സായി. അപ്പൊ ആരോ പറഞ്ഞു, എടാ നിന്റെ കൂടെ ഉള്ളവനൊക്കെ ബ്ലാക്ക് ബെൽറ്റ് ആയി. അപ്പൊ ഞാൻ എത്ര ഇഷ്ടം പൊട്ടിക്കുന്നു. ഞാൻ ഐസ്ബർഗ് പൊട്ടിക്കുന്നു തല കൊണ്ട്. ഞാൻ വേണ്ടെന്ന് വെച്ചു. അതുപോലെ കളരിക്കും നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പക്ഷേ വീരം പോലെ കളരിക്ക് പ്രാധാന്യമുള്ള സിനിമ വന്ന ലോകത്തിലുള്ള ഒരുപാട് പേര് കളരി പഠിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ല നമ്മുടെ ആർട്ടിസ്റ്റുകൾ മുഴുവൻ. ശിവജിത്ത് നമ്പ്യാരൊക്കെയാണ് കളരിയിൽ ഇപ്പൊ പുറത്തിറങ്ങുന്നില്ല. കൂടുതൽ സമയം അവിടെ തന്നെ. ഈ പറഞ്ഞ ആളുണ്ടല്ലോ ശിവജിത്ത് നമ്പ്യാർ, ആരോമൽ ചേകവര് കുറച്ച് നേരമായിട്ട് സ്റ്റുഡിയോയുടെ ഒരു കോർണറിൽ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ഇന്റർവ്യൂ എങ്ങനെയൊക്കെയാ നടക്കണേന്നൊക്കെ അറിയാനായിട്ട്. ആ മൈക്ക് ഞാൻ ഓണാക്കി തരട്ടെ ഇനി. ഇപ്പൊ കേട്ട ശബ്ദമാണ് സാക്ഷാൽ ആരോമൽ ചേകവരുടെ. ആരോമൽ ചേകർ എന്ന് പറയണ്ടല്ലേ, ആരോമൽ ചേകറായിട്ട് അഭിനയിച്ച ശിവജിത്ത് നമ്പ്യാർ. വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. താങ്ക് യു സോ മച്ച്. കളരിയിലൊക്കെ വില്ലാളി വീരനാണ് സംവിധായകൻ ഇവിടെ നിന്ന് പറഞ്ഞത്. ഈ പറഞ്ഞൊക്കെ സത്യമാണോ? അല്ല, തീർച്ചയായിട്ടും ഈ ആയോധന കല പഠിക്കാൻ കഴിഞ്ഞതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിലൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ആയോധന വിദ്യയിലേക്ക് വരുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ഇദ്ദേഹം കലാപ്രതിഭയായിരുന്നു. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലില് മഞ്ജുവാര്യർ തോപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പാരമ്പര്യമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ അവസരം കളയുന്നു പ്ലീസ്. മഞ്ജു ചേച്ചിയുടെ നാട്ടുകാരനാണ് ഞാൻ. ചേച്ചിന്ന് വിളിച്ച് പ്രായം കുറച്ചുണ്ടോ അപ്പം?
അല്ല മഞ്ജുചേച്ചി 96 ഞാൻ 98 99. ഉണ്ടോ? വെറുതെ വർഷമൊന്നും പറയണ്ട കേട്ടോ, പ്രായമൊക്കെ നാട്ടുകാരൊക്കെ അറിയാം. അത് കുഴപ്പമൊന്നുമില്ല. വല്ല ചെറിയ ചെക്കന്മാരുടെ റോളൊക്കെ ഉണ്ടെങ്കിലോ ആ പയ്യനോ നല്ല പ്രായം ഉണ്ടെന്ന് സ്പോട്ട്ലൈറ്റിൽ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയും ചിലപ്പോ. എന്നിട്ട് ചോദിക്കട്ടെ, എങ്ങനെ ഈ വീരത്തിലേക്ക് വന്നത്? ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 10-14 വർഷമായിട്ട് സിനിമയിലോട്ട് വരാൻ ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു. അന്ന് എന്നോട് ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആഗ്രഹം ഒരു സിനിമാ നടനാകാനാണ്. അപ്പൊ അന്നത്തെ ഒരു വലിയ ഒരു ന്യൂസ് പേപ്പറിൽ ഫസ്റ്റ് ഒരു ഇത് ഷിജിത്തിന് മോഹം നടനാകാൻ എന്നുള്ളൊരു ക്യാപ്ഷൻ ആയിരുന്നു. ഞാനതിപ്പോഴും ആ ഒരു ന്യൂസ് പേപ്പർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ ആഗ്രഹത്തിന് ഒന്നും കൂടി ഒരു ബൂസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ആഗ്രഹമായിട്ട് കുറേ നടന്നു. ഞാൻ ഇതിന്റെ ഇടയിൽ ആനിമേഷൻ പഠിച്ചു, 3D ആനിമേറ്റർ ആയിരുന്നു, കുറച്ച് തിയേറ്റർ ഒക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം തിരിച്ച് എറണാകുളത്ത് ഒരുപാട് വർഷങ്ങൾ ഞാൻ ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെയൊക്കെ കാണാനുള്ള ഒരു ആഗ്രഹമായിട്ട് കുറേ നടന്നു. പക്ഷെ എന്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. സോ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി ഇത് മുന്നോട്ട് പോകുന്നില്ല, ഇനി വേറെ എന്തെങ്കിലും ഒരു ജോലിയിലോട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ഒരു മ്യൂച്വൽ ഫ്രണ്ടായ അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, ഞങ്ങൾ ഒരുമിച്ച് കാണുന്നു, ഞാൻ ജയരാജ് സാറിനെ. പക്ഷെ ഒരിക്കലും ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഒരു ആഗ്രഹം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഞങ്ങൾ കുറച്ച് സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ സാറേ ഈ ഒരു സിനിമയെ കുറിച്ചും ഇങ്ങനെ ഒരു സ്റ്റോറിനെ കുറിച്ചും എന്നോട് പറയാണ്. അപ്പം ആ സമയത്ത് ശരിക്കും ഞാൻ വേറൊരു രൂപമായിരുന്നു, നല്ല തടിയൊക്കെ ഉള്ള ഒരു രൂപമായിരുന്നു. എന്നോട് ആദ്യം തടിയൊക്കെ കുറഞ്ഞ് നല്ല മിടുക്കനായിട്ടായിരിക്കണേന്ന് ശ്രമമല്ലേ? പറയാനുള്ള ശ്രമമാണ്. കാരണം എന്നോട് സാർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നീ കളരി പഠിക്കണം, കളരി പഠിച്ച് ശരിക്കും ഒരു കളരി നന്നായിട്ട് അറിയുന്ന ഒരു അഭ്യാസിയെ പോലെ ഇതിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ക്യാരക്ടർ നിനക്ക് ചെയ്യാം എന്നുള്ള പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ കൊല്ലത്ത് CVN കളരിയിലുള്ള ശിവകുമാർ ഗുരുക്കളുടെ ശിഷ്യനായി അവിടെ ദക്ഷിണ വെച്ചു. എത്ര വർഷം പഠിച്ചു? 2 വർഷത്തോളം കളരി പഠിച്ചു. അന്ന് അങ്ങനെ ഈ സംവിധായകനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി ഒരു ജോലിയൊക്കെ ആയി അല്ലേ? സ്പോട്ട്ലൈറ്റ് ഇടുന്ന റേഡിയോയിൽ കേൾക്കണ്ടായേനെ. 150 കിലോ ആയനെ ആ പോകുമായിരുന്നു. നീ കലാപ്രതിഭയൊക്കെ ആയിട്ടും 14 വർഷം സ്ട്രഗിൾ ചെയ്തു ഇൻഡസ്ട്രിയിൽ. അപ്പൊ എല്ലാവർക്കും അതൊരു സൂചനയാണ്, ഇത്രയും കഷ്ടപ്പെട്ട ജീവിതത്തിൽ എത്തേണ്ട അവസ്ഥയിൽ എത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ട് അതെല്ലാം ഒരു പോസിറ്റീവായിട്ട് കാണുന്നത്. നമ്മൾ ആ സമയത്ത് നമുക്ക് വിഷമൊക്കെ ഉണ്ടാവും, കുറെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ. അത് ശരിയാട്ടോ, കാണാനും സുന്ദരനാണ്, നല്ല ഹൈറ്റും ഉണ്ട്, നല്ല നിറമുണ്ട്. അല്ല അത്ര താങ്ക്യൊന്നും പറയാറായിട്ടില്ല. അയ്യോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പറഞ്ഞിട്ടില്ലേ സുന്ദരനാന്ന്? ഇല്ലെന്ന് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയുമ്പോ നാണം വരുന്നു അല്ലേ? നാണം വരുന്നുണ്ട് ശരിക്കും മുഖത്തൊക്കെ നോക്കി നമ്മൾ സുന്ദരനാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു നാണമല്ല, ഒരു സുഖം അല്ലേ ശരിക്കും. അത് തന്നെ. അപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നല്ല ശബ്ദം കേട്ടോ. ആണോ? അതും ആരും പറഞ്ഞിട്ടില്ലേ? അത് സാറാ പറയണ്ട, എങ്ങനെയുണ്ടായിരുന്നു? ഞാനങ്ങനെ പറയും, അത് ശബ്ദമായിട്ട് മല്ലിടുന്ന ശാലിനില്ല പറയണ്ടേ? അയ്യോ ശരിക്കും ഞാൻ നേരത്തെ ചായ വേണോ എന്ന് കൊണ്ട് ചോദിച്ചപ്പോ തന്നെ എന്ന് പറഞ്ഞപ്പോ തന്നെ കൊള്ളാലോ, നല്ല ശബ്ദമാണല്ലോ എന്ന്. സുരേഷ് ഗോപി കഷ്ടപ്പെട്ട് അറിയാത്തോണ്ടാ. പിന്നെ 2 മണിക്ക് എഴുന്നേപ്പിച്ച് ഞാൻ ഡബ് ചെയ്യാൻ കൊണ്ടുപോകാൻ പോയി. ഞാൻ ഇതിനും ഡബ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഒരു രാവിലെയൊക്കെ വന്ന് ഡബ് ചെയ്യാനുള്ള ശ്രമകരം നടത്തിയിരുന്നു. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ കേട്ടോ, ആരോമൽ ശേഖവരായിട്ട് നമ്മൾ ആ ട്രെയിലറിലും ടീസറിലും സിനിമയിലും കാണുമ്പോഴത്തെ രൂപമല്ല ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ ആരും തിരിച്ചറിയൂല. ആണല്ലേ? അതിൽ എത്ര താടിയുണ്ട്. ഉണ്ടോ? അത് ഈ 2 വർഷം വളർത്തിയ താടി ഉണ്ടല്ലോ, പിന്നെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ ഉള്ളൂ. ആഹാ, എന്നാ പിന്നെ അതിനു വേണ്ടി കഷ്ടപ്പെട്ട കഥകളൊക്കെ കേൾക്കട്ടെ. ഈ പടത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലാണ് കഷ്ടപ്പെടുത്തിയത് ഈ സംവിധായകൻ? കളരി ഞാൻ പഠിക്കാൻ വേണ്ടി ആദ്യം പോയ സമയത്ത് ആദ്യത്തെ ഒരു 6 മന്ത്, ഒരു 6 മാസത്തോളം എനിക്ക് യാതൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കളരി ചെയ്യാൻ പറ്റും, ഈ ഒരു ക്യാരക്ടറിലോട്ട് എന്റെ ശരീരവും മനസ്സും എല്ലാം കൊണ്ടുവരാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. രാവിലെ 5 മണി തൊട്ട് യോഗയുണ്ട്. യോഗ കഴിഞ്ഞതിന് ശേഷം പിന്നെ കളരി, ഉച്ചയ്ക്ക് ഒരു 12:30 വരെ കളരി. അതിനുശേഷം കുറച്ച് നേരം ബ്രേക്ക്, പിന്നെ വൈകുന്നേരം വീണ്ടും പോയിട്ട് ജിമ്മിൽ പോകും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം രാവിലെ ഫ്ലെക്സിബിലിറ്റി, വൈകിട്ട് നമ്മൾ വീണ്ടും ശരീരം ടൈറ്റൻ ചെയ്യണം. രണ്ടും ഓപ്പോസിറ്റ് സംഭവങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞ ശരീരത്തിന് അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ്. പീഡനം തന്നെയായിരുന്നു. റൈസ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി ചിക്കൻ കഴിക്കുമായിരുന്നു. അത് ഗ്രിൽഡ്, പിന്നെ എഗ് വൈറ്റ്സ്. ഈ ഷൂട്ടിംഗ് അടുത്ത സമയത്ത് കുറെ കാലം ഭക്ഷണമേ ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലിക്വിഡ് ഫുഡ് മാത്രം കുറെ. വെച്ചാൽ നമ്മളെ ബോഡി മൊത്തം ട്യൂൺ ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവരിക. 24 kg വരെ അത് കുറച്ചു കൊണ്ടുവന്നു. എത്ര കിലോ ഉണ്ടായിരുന്നു ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ? 112 കിലോ. 112. അവിടുന്ന് 84 വന്നു. അല്ല, ഈ താടി 2 വർഷമായിട്ട് വെട്ടിയതേ ഇല്ല, ഷൂട്ടിംഗ് സമയത്ത് ചെയ്തിട്ടില്ല. പിന്നെ ഷൂട്ടിനൊന്ന് ക്ലിയർ ചെയ്തു. നമ്മൾ ഇതിനൊരു പ്രത്യേക രീതിയിലായി താടിയൊക്കെ സ്റ്റൈല് ചെയ്തിരിക്കുന്നത്. ശരിക്കും 2 വർഷം ഞാൻ അതൊന്നും ചിന്തിച്ചില്ല, മുടി താടിയെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ആ ശരീരം, അതെ, പ്രാകൃത രൂപം തന്നെയായിരുന്നു ആ സമയത്ത്. ശരീരവും മനസ്സും എല്ലാം ഈ ക്യാരക്ടറിലോട്ട് ആക്കുക. ഫ്രണ്ട്സുമായിട്ടും ഈ കൂടുതൽ മീറ്റിംഗ് കാര്യങ്ങൾ, അവരുമായിട്ട് ഹാങ് ഔട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചു. ഗുരുകുല സമ്പ്രദായം പോലെ തന്നെ ആ കളരിയിൽ ഇരുന്ന് അവിടെ ഇരുന്നിട്ടായിരുന്നു. കൊല്ലത്ത് താമസിച്ചാണ് ഞാൻ ഈ കളരി പഠിച്ചത്. ഗേൾഫ്രണ്ട് ഉണ്ടോ? ഇല്ല, ഇപ്പോഴില്ല. പണ്ടുണ്ടായിരുന്നു.
അവിടെ ചെറിയൊരു ഒരു ചിന്ത വന്നില്ല ഇടയ്ക്കല്ലേ. ചോദിച്ചപ്പോ എന്തോ ഒരു അനിനാസികം അവിടെ വന്നു. ഒരു കൊളുത്തുവലി. ആ, ഒരു കൊളുത്തുവലി. അതല്ലേ ശാലിന്റെ ടെക്നിക്ക് അതല്ലേ. അല്ല, അങ്ങനെ ചോദിച്ചോണ്ടുള്ള സത്യം പുറത്ത് വന്നു. അല്ലെങ്കിൽ എനിക്കോ ഗേൾ ഫ്രണ്ടോ ചോദിച്ചല്ലോ. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് കളരിയെ പറ്റി ആത്മാവിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഇത് ചോദിച്ചപ്പോ ഒന്ന് കിടുങ്ങിയോ. സത്യം തന്നെ പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഫാൻസിനൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? അല്ല, അങ്ങനെ അല്ല ഞാൻ. പക്ഷെ സിനിമയാണ് എന്റെ സ്വപ്നവും കാര്യങ്ങളും എല്ലാം. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതെ, ഈ റൗണ്ടിന്റെ പേര് ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ് ആണ്. ആയിക്കോട്ടെ. ഇതിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. എന്റെ ദൈവമേ, ഫേക്ക് അടിക്കരുത് കേട്ടോ. ഓ, റീടേക്ക് ഉണ്ടോ? റീടേക്ക് ഒന്നുമില്ല. അയ്യോ, ഏറ്റാ വേറെ വഴിയില്ല. ഇതിനകത്ത് പെട്ടുപോയല്ലോ. ഇതിനകത്ത് വന്ന് മൈക്കിന്റെ മുമ്പിൽ പിടിച്ച് ലോക്ക് ചെയ്തിരുത്തിരിക്കില്ല. അനങ്ങാൻ പറ്റില്ലല്ലോ. തുടങ്ങാം. Shoot out at Spotlight. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ മ്യൂസിക് സെൻസ് ഉള്ള 3 സംവിധായകർ ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ്. മനഃപൂർവ്വം മറ്റുള്ളവരെ നമ്മൾ ശത്രുക്കളാക്കാന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? കുറച്ച്. നല്ല സ്നേഹത്തിൽ പോകും ഞങ്ങള്. ഞാൻ ചോദ്യം ചോദിച്ചു, ഇനി ഉത്തരം അറിയാത്രേ ഉള്ളൂ. ഞാൻ ഉത്തരം പറഞ്ഞു. നമ്പർ 1 ഭരതൻ, നമ്പർ 2 ഹരിഹരൻ, ഓക്കെ കമൽ. അടുത്ത ക്വസ്റ്റ്യൻ. സംവിധായകൻ ജയരാജിന്റെ ഒരു സെൻസിൽ ക്വാളിറ്റി ഉള്ള 3 മലയാള സിനിമകൾ. അടൂർ ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റം, അരവിന്ദന്റെ തമ്പ്, ഭരതന്റെ പ്രയാണം. ഞാൻ ന്യൂ ജനറേഷൻ നായകരെ വെച്ച് സിനിമ എടുക്കുന്ന കാര്യം ചിന്തിച്ചിട്ടില്ല, താല്പര്യമില്ല, ധൈര്യമില്ല. ഞാൻ ന്യൂ ജനറേഷൻ വെച്ചല്ലേ ചെയ്യുള്ളൂ. ശരി, ഞാൻ ക്വസ്റ്റൻ ഒന്നുകൂടെ റീഫ്രെയിം ചെയ്യാം. പ്ലീസ്. മലയാളത്തിൽ ഇപ്പൊ പ്രോമിനന്റ് ആയിട്ടുള്ള ന്യൂ ജനറേഷൻ നായകരെ വെച്ച് ഞാൻ സിനിമ എടുക്കാൻ ചിന്തിച്ചിട്ടില്ല, താല്പര്യമില്ല, ധൈര്യമില്ല. ചിന്തിച്ചിട്ടില്ല. ഇനി വേണേ ചിന്തിക്കാലോ അല്ലെ? ചിന്തിക്കാലോ. താല്പര്യമില്ലാന്നും ധൈര്യമില്ലാന്നും ശരിയാവില്ല. ശരിയാവില്ല. ശരി, ഞാന് സിനിമാ ഫീൽഡിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധൈര്യമുള്ള ബോൾഡ് ആയിട്ടുള്ള ആക്ട്രസ് ഡാഷ് ആണ്. ശോഭന. ഉള്ളതുള്ള പോലെ പറയും. പിന്നെ ശോഭന ബോൾഡായിട്ട് പറയും. ജീവിതത്തെ ഒറ്റയ്ക്ക് അങ്ങനെ ഫേസ് ചെയ്യുന്ന സ്ത്രീയാണ്, എനിക്കറിയാം. നവരസങ്ങളിൽ എന്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഡാഷ് ആണ്. ശൃംഗാരം. അല്ലല്ല, ശൃംഗാരം കിടപ്പുണ്ടല്ലോ അല്ലേ. ശൃംഗാരം. പിന്നെ ഉറപ്പില്ല, സത്യം പറയാം. പിന്നെ ശൃംഗാരം. ആരാ പറയാ? ഞാൻ തന്നെ പറയും. എനിക്ക് എന്നെ കുറിച്ച് എന്റെ അത്ര വേറെ ആർക്കും അറിയില്ലല്ലോ. അപ്പൊ കരുണോ ഒന്നുമില്ല? കരുണുണ്ട്. ഞാൻ വളരെയധികം കമ്പാഷനേറ്റ് ആണ്, ഒക്കെ ഉണ്ട്. പക്ഷെ അടിസ്ഥാന വികാരം പ്രണയം, ശൃംഗാരം തന്നെ ആണല്ലേ. നോ ഡൗട്ട്. അടുത്ത ചോദ്യം. എനിക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടമുള്ളത് കമേഴ്ഷ്യൽ മൂവീസ്, ആർട്ട് മൂവീസ്? ആർട്ട് മൂവീസ്. എനിക്ക് കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കമേഴ്ഷ്യൽ മൂവീസ്, ആർട്ട് മൂവീസ്? രണ്ടും. ഒരെണ്ണം ആർട്ട് മൂവീസ്. കമേഴ്ഷ്യൽ പടം അത്ര പോരാന്നല്ല, കൂടുതൽ ഇഷ്ടം ആർട്ട് മൂവീസ്. വീരം ഒരു കമേഴ്ഷ്യൽ സിനിമയാണോ ആർട്ട് സിനിമയാണോ? കൊമേഴ്ഷ്യൽ പോസിബിലിറ്റീസ് ഉള്ള ആർട്ട് സിനിമയാണ്. നല്ല സംവിധായകനാണ് കേട്ടോ, നന്നായിട്ട് വർത്തനം പറയാനും അറിയാം. 35 കോടി രൂപയില് മലയാള സിനിമയിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും ചെലവേറിയ ചിത്രം എന്നുള്ള ഖ്യാതി മാത്രമല്ല വീരം സിനിമയുടെ പ്രത്യേകത. ആ സിനിമയുടെ ഒരു മേക്കിംഗ്, അതിന്റെ ഫുൾ ക്രെഡിറ്റും പോകുന്ന ഒരാളുണ്ട്, സംവിധായകൻ ജയരാജ്. സ്പോട്ട്ലൈറ്റിൽ ഇന്നത്തെ ഗസ്റ്റ്. നമസ്കാരം ശാലിനി. ഇപ്പൊ നമ്മുടെ ഇവിടെ സ്പോട്ട്ലൈറ്റിൽ ഉണ്ടായിരുന്ന ശിവജിത്ത് നമ്പ്യാർ ഉൾപ്പെടെ ഉള്ള കാസ്റ്റിനെ എവിടുന്ന പൊക്കിയതിന് ശരിക്കും? കളരിയാണ് ലോകത്തിന്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന കളരിയാണ്, ആയോധന വിദ്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊരു പ്രസന്റബിൾ ആയിട്ടുള്ള ഫിഗറുമാണ്. അല്ല അപ്പിയറൻസ് വൈസ് നല്ലൊരു ആകാര സൗഷ്ടോ അല്ലെങ്കിൽ യോദ്ധാക്കളെ പോലെ തോന്നുന്നവരായിരിക്കണം. അത് കമ്പൽസറി ആണ്. യെസ്. ആദ്യം ഞങ്ങൾ ഒരു ഓഡിഷൻ നടത്തി. ഏറ്റവും ആദ്യം മലയാളികൾ തന്നെ ട്രൈ ചെയ്ത് കുറച്ചൊക്കെ സെലക്ട് ചെയ്തു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം പോരാഞ്ഞിട്ട് ഞാൻ മീര, എൻ്റെ ഒരു ഫ്രണ്ട് കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട് ബോംബെയിൽ, മീരയാണ് എനിക്ക് സജസ്റ്റ് ചെയ്ത ലിസ്റ്റിന്റെ അകത്താണ് കുനാൽ കപൂർ വരുന്നത്. അപ്പൊ കുനാൽ കപൂറിനെ ഞാൻ കാണുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചുള്ളൂ, കളരി പഠിക്കാൻ സമയം മാറ്റിവെക്കാൻ പറ്റുമോ ചോദിച്ചു. എത്ര സമയം മാറ്റിവെക്കണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 6 മാസം മിനിമം പഠിക്കണം. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ശരി ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ കുനാല്, അയാളുടെ അപ്പിയറൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ഷാർപ്പ് ഫീച്ചേഴ്സ് ആണ്, യൂണിവേഴ്സൽ അപ്പീലുണ്ട്. അതിനുശേഷം ഒന്ന് ആരൻ ചൗധരി, അരിങ്ങോടറായിട്ടുള്ള ക്യാരക്ടർ അങ്ങനെ ചെയ്യുന്ന അരിങ്ങോടർ, അങ്ങനെയാണ് സ്ട്രീറ്റ് ഫൈറ്റർ ആണ്. പിന്നെ ഡിവിന ടക്കൂർ, ഹിമാർഷ, അപ്പൊ ഉണ്ണിയാർച്ചയുടെ റോളാണ് ഹിമാർഷ ചെയ്യുന്നത്. ഡിവിനയാണ് കുട്ടിമാരുടെ കഥാപാത്രം. ഇവരൊക്കെ മോഡൽസ് ആണ്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു കളരി പഠിക്കണം. അപ്പൊ ഡിവിന ഓൾറെഡി പഠിക്കുന്നുണ്ട്, അത് കുറച്ചുകൂടി കളരി പഠിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഈസിയായി. ഹിമാർഷ പഠിക്കാൻ ഏറ്റു. അങ്ങനെ ഇവിടുന്ന് നമ്മുടെ കളരി ആശാന്മാര് സിവിയൻ കളരിയിൽ നിന്ന് അങ്ങോട്ട് ആൾക്കാരെ വിട്ട് അവിടെ ഒരു ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പഠിപ്പിക്കുന്നവരെ 6 മാസം പഠിപ്പിച്ചു. കുനാലിന്റെ ദേഹത്ത് മുഴുവൻ ഇങ്ങനെ വെട്ട് പാടുകളായിരുന്നു. കാരണം ഇവര് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഒറിജിനൽ വെപ്പൺസ് വെച്ചിട്ടാണ്. ഈ ശിവകുമാർ ഗുരുക്കളൊക്കെ അങ്ങനെയാണ് അവർ ശീലിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിലൊക്കെ മുറിവുണ്ടാവും. സാധാരണയുള്ളതിൽ നിന്ന് കുറച്ചുകൂടെ വലിപ്പമുണ്ട് പരിചയ്ക്കൊക്കെ. നമ്മൾ കാണുന്ന സാധാരണ ലോക്കൽ കളരിയിലുള്ള കൊച്ചു പരിചയം അല്ലല്ല, അതുപോലത്തെ ഒരു കുറച്ച് സ്റ്റൈലൈസ്ഡ് ആണ്. അപ്പൊ മലയാളത്തിൽ നിന്ന് ആരെയും നോക്കിയതൊന്നുമില്ല. ഇപ്പൊ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഈ മേജർ ക്യാരക്ടേഴ്സിനൊക്കെ നോക്കിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ അതിനൊക്കെ ബെറ്റർ ആയിട്ട് ഇവരാ കിട്ടിയത്. പറഞ്ഞിരുന്നു ആരെങ്കിലും അടുത്ത് പോയിട്ട്? പറഞ്ഞാൽ ഈ മെയിൻ ആക്ടേഴ്സിനെ ആരും നോക്കിയിട്ടില്ല. മെയിൻ ആക്ടേഴ്സിനെ നോക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആർക്കും ഇത്രയും സമയം 6 മാസമോ അല്ല 1 വർഷമോ കളരി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാറ്റുവാൻ നമ്മൾ
നമ്മുടെ താരങ്ങൾക്ക് ആർക്കും സമയം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ഉദ്യമത്തിലേക്ക് ഞാൻ പോയില്ല. ഇത് ഷൂട്ടിംഗ് മുഴുവൻ ഔറംഗാബാദിൽ എല്ലോറ കേവ്സിലേക്കായിരുന്നു. എല്ലറ കേവ്സ് കുറെ ഇവിടെ ഉണ്ടായിരുന്നു, ഏറ്റുവാണ്ടത്ത് ചിത്രാഞ്ജലിലുണ്ടായിരുന്നു. അത് ഗ്രീൻ മാറ്റ് ഉള്ള ഏരിയ മുഴുവൻ, അങ്കത്തെട്ടും അങ്ങനെയുള്ള ഏരിയ മുഴുവൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് അകത്ത് ഞങ്ങൾ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് പോർഷൻ ഫത്തേപൂർ സിക്രി, ആഗ്രയില് സ്ഥലങ്ങൾ എല്ലാം കൂടെ ചേർന്ന് ഒരു എപ്പിക് സ്വഭാവം. നമ്മൾ ആ കാലഘട്ടം വീണ്ടും തിരിച്ചു കൊണ്ടുവരല്ലേ. 12ാം നൂറ്റാണ്ടിലേക്ക് വീണ്ടും ഈ ഓർണമെന്റ്സ് നോക്കിയാലും അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് നോക്കിയാലും ഒക്കെ നമ്മൾ ഏതോ ഒരു കാലത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോവാണ്. അതാണ് ഇനി എന്റെ അടുത്ത സംശയം. ഇത്ര നാളും വടക്കൻ പാട്ടുകളും ഒക്കെ കാണുമ്പോ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ആൾക്കാരാണ് കണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ ബ്ലാക്ക് മെറ്റലാണോ വെള്ളിയാണോ ഉദ്ദേശിച്ചത്? രണ്ടും ഉണ്ട്. കാരണം വെച്ചാൽ ഇതിന് വലിയൊരു റിസർച്ച് ഉണ്ടായിരുന്നു. സ്വർണ്ണം അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കാലമല്ലത്. കാരണം അങ്ങനെ സ്വർണ്ണം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ ചേകവന്മാരെന്ന് പറയുന്ന പർട്ടിക്കുലർ വിഭാഗം പരസ്പരം അംഗം വെട്ടി ജീവിക്കുകയാണ്. അപ്പൊ അവർക്ക് ആ സമയത്ത് കൊടുക്കുന്ന കിഴിപ്പണമുണ്ട്. ആ പണത്തിലുള്ള സ്വർണ്ണം മാത്രമേ ഉള്ളൂ. അത് വലിയ ആർഭാടം നെറ്റിപ്പട്ടം പോലെ സ്വർണ്ണം ഇട്ട് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അങ്ങനെയാണെങ്കിൽ അവര് പല്ലക്ക് പോലും ഇല്ല, കുതിരയില്ല, ഇതൊന്നും ഇല്ല ആ കാലഘട്ടത്തിൽ. അപ്പൊ അവിടുത്തെ നാടുവാഴി മാത്രം ഒരു ഒറ്റക്കമ്പിലുള്ള തുണി കെട്ടിയ പല്ലക്കിലാണ്, അത് ഒരു സാരി ഇങ്ങനെ കെട്ടിയ പോലത്തെ തോന്നുന്ന പല്ലക്കിൽ കൊണ്ടുപോകും. വേറെ ആർക്കും അതുപോലെ പോകാനുള്ള അവകാശമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഡോക്ടർ MRR വാര്യരുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ റിസർച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള റെഫറൻസസ് മുഴുവൻ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പൊ സ്വർണത്തിന്റെ അമിതമായിട്ട് ഉപയോഗമെല്ലാം മാറ്റി. പക്ഷെ ഒരു സ്റ്റൈലൈസേഷൻ വേണമല്ലോ. അപ്പൊ ഇതിലും നമ്മൾ ഓർണമെന്റ്സിലൂടെയും കോസ്റ്റ്യൂംസിലൂടെയും നമുക്ക് ഏതോ ഒരു കാലത്തേക്ക് നമ്മൾ എത്തുന്നു എന്ന് തോന്നിപ്പിക്കണം. ഈ ഹെയർ സ്റ്റൈൽ കണ്ടില്ല, ഒരു പ്രത്യേക തരത്തിലാണ്. അപ്പൊ അന്നത്തെ കാലത്ത് കുടുമയുണ്ട്, പക്ഷെ ഇങ്ങനത്തെ അല്ല, ഒരു വാല് പോലത്തെ കുടുമയാണ്. പക്ഷെ കുറച്ചൊന്ന് സ്റ്റൈലൈസ് ചെയ്തിട്ട്, കാരണം നമ്മളൊരു ഇന്റർനാഷണൽ ഓഡിയൻസിനെ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ യോദ്ധാക്കളും ഒരു പവർഫുൾ ഫീൽ അല്ല ഒരു കാലം വീണ്ടും അവതരിപ്പിക്കുമ്പോൾ പുനർജനിക്കുകയാണ്. ഒരു ചിത്രം, അതൊരു ജയരാജ് ചിത്രമാണെങ്കിൽ അതിലെ ടെക്നിക്കൽ ആസ്പെക്ട്, അതിന്റെ ഒരു സ്റ്റോറി, അതിനോടൊപ്പം തന്നെ എല്ലാരും ശ്രദ്ധിക്കുന്നതാണ് അതിലെ പാട്ടുകളും. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഈ പാട്ടുകളോട് എന്തൊരു പ്രത്യേക ഇഷ്ടമുണ്ടോ? സിനിമയിൽ നല്ല പാട്ട് വേണമെന്ന്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിസ് എന്താന്ന് ചോദിച്ചാല് പാട്ട് പഠിക്കാൻ കഴിഞ്ഞാത്തന്ന എന്റെ ഏറ്റവും വലിയ, എന്റെ ശബ്ദം എനിക്ക് ഇഷ്ടമല്ല. സ്വന്തം ശബ്ദം പോലും ഇഷ്ടമില്ലാത്ത ഒരാളെങ്ങനെയാ പാട്ട് പഠിക്കാനും പാട്ട് ഇഷ്ടമൊക്കെ? പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ വൃത്തിയായിട്ട് വന്നേക്കും, പക്ഷെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പാട്ടുകൾ ക്ലാസിക്കൽ ഇഷ്ടമാണ്, ലളിതഗാനങ്ങൾ ഇഷ്ടമാണ്, എല്ലാ തരത്തിലുള്ള പാട്ടും എനിക്ക് ഇഷ്ടമാണ്, എല്ലാ ഭാഷയിലുള്ള പാട്ടും ഇഷ്ടമാണ്, ഞാൻ കേൾക്കും. അതുകൊണ്ടായിരിക്കണം എന്റെ സിനിമയിൽ പലപ്പോഴും പാട്ടുകൾ നന്നാവുന്നത്. കാരണം ഞാൻ അത്രയും ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. എനിക്ക് പാട്ട് പഠിക്കാനുള്ള ആഗ്രഹം എന്നുള്ള കാര്യം വിട്ടേക്കാം. എന്റെ മോളെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, നടന്നില്ല. എന്റെ വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ പാടിയിട്ടുണ്ടല്ലോ. മകൾക്ക് എന്നുള്ള സിനിമയിൽ അവള് ഒരു കവിത ചൊല്ലിയിട്ടുണ്ട്. അന്ന് അവള് പാട്ട് പഠിക്കാൻ തുടങ്ങി നിർത്തുകയും ചെയ്തു. അപ്പൊ ഞാൻ അവളാണ് അന്ന് പറഞ്ഞു, നീ ജീവിതത്തിൽ റിപ്പന്റ് ചെയ്യും. ഒരു കൊച്ചുകുട്ടിയുടെ പറഞ്ഞേ. എത്ര വയസ്സുള്ള കുട്ടിയുടെ? അന്ന് എന്താ 8 വയസ്സുള്ളപ്പോഴാണ് പറഞ്ഞത്. ഇപ്പൊ അവൾക്ക് 20 വയസ്സായി. ഇപ്പൊ അവള് എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ നിർബന്ധിക്കാൻ മലയായിരുന്നു ചോദിച്ചു പാട്ട് പഠി. ഞാൻ പറഞ്ഞു നിന്നെ എത്ര നിർബന്ധിച്ച അവസാനം. പക്ഷെ ഞാൻ പറഞ്ഞു ഇനിയും പഠിക്കാം. കാരണം ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പല സിംഗേഴ്സോ അല്ല മ്യൂസിഷ്യൻസും അവരുടെ ലേറ്റ് ഏജസിലൊക്കെ മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രലോഭനമൊക്കെ ചെയ്തപ്പോൾ അവള് പറഞ്ഞു ഹിന്ദുസ്ഥാനി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഒരു വർഷമായി. ഇനി ഓക്കെ പോകോളും. അപ്പം അതുപോലെ തന്നെ മോനെ, അവനെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് രക്ഷയില്ല. പക്ഷെ അവന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇഷ്ടമാണ്, അത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാണോ വസീകരയിലൂടെ വളരെ പ്രശസ്തി ആർജിച്ച ബോംബെ ജയശ്രീയെ വർഷങ്ങൾക്ക് മുന്നേ മലയാള സിനിമയിൽ അവതരിപ്പിച്ചൊരു സംവിധായകൻ എന്നൊരു ഖ്യാതി ഉണ്ട് അല്ലേ? അതെങ്ങനെയാന്ന് വെച്ചാല് പാട്ടിനോടുള്ള ഒബ്സഷൻ പോലെ തന്നെയാണ് ശബ്ദത്തിനുള്ള ഒബ്സഷൻ. എനിക്ക് സാധാരണ എപ്പോഴും കേൾക്കുന്ന ശബ്ദത്തിനേക്കാൾ എനിക്ക് കുറച്ച് വ്യത്യസ്തമായ ശബ്ദം പാടുന്ന കേൾക്കാനാണ് ഇഷ്ടം. അപ്പൊ കുടുംബസമയത്തില് കുറെ കുട്ടികൾ കോറസ് പാടാൻ വന്നു. അപ്പൊ ഒരു ശബ്ദം വേറിട്ട് നിന്നു. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പേര് ബോംബെ ജയശ്രീ. അവര് കോറസ് പാടാൻ വന്ന. അത് നീലരാവിലും പിന്നെ അതിന്റെ അകത്ത് കുറച്ച് കീർത്തനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കോറസ് പാടാൻ വന്നതിൽ നിന്നൊരു പെൺകുട്ടിയെ ഇത് പാടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഈ ശബ്ദം ഇഷ്ടമായണ്ട. അങ്ങനെ പാഹിമാം ശ്രീ രാജരാജേശ്വരി എന്നുള്ള കീർത്തനം പാടുന്നു. അത് പാടി ഞാൻ അവരുടെ ശബ്ദത്തിന്റെ ഒരു വലിയ ആരാധകനായി മാറി. അതിനുശേഷം അടുത്ത പടം വന്നു, പൈതൃകം വന്നപ്പം ഞാൻ അതിൽ നീലാഞ്ജനം പൂവിൽ എന്നുള്ള പാട്ട് ഞാൻ മ്യൂസിക് ഡയറക്ടറോട് പറഞ്ഞു, SP വെങ്കടേഷാണ്. ഞാൻ പറഞ്ഞു ആ പാട്ട് ഒരു വ്യത്യസ്തമായ ശബ്ദം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ശബ്ദമാണ്, ബോംബെ ജയശ്രീ കൊണ്ട് പാടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പാടിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോംപ്ലിമെന്റ് സിനിമ ഇറങ്ങിയതിന് ശേഷം ഭരതേട്ടൻ എന്നെ ഒരു ദിവസം വിളിക്കുന്നു, എടാ നിന്റെ പടത്തിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് ഈ പാട്ടായിരുന്നു, നീലാഞ്ജന പൂവിൽ തുടങ്ങുന്ന പാട്ട്. ഇന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിന്നീട് അത് കാസറ്റ്സിലൊക്കെ ചിത്രയുടെ വോയിസ് ആണ് വന്നത് അല്ലേ? അത് അറിഞ്ഞിരുന്നോ? അത് അന്ന് എനിക്ക് തോന്നുന്നു കാസറ്റിന്റെ വാല്യൂ വേണമല്ലോ, മാർക്കറ്റിംഗ് അങ്ങനെ അതിനുവേണ്ടി അത് പാടിച്ചാന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അറിഞ്ഞിരുന്നോ? അപ്പൊ അത് പാടുന്നൊന്നും അറിയായിരുന്നു. പക്ഷെ ഞാൻ സിനിമയിൽ എന്തായാലും ഈ വോയിസ് ആണെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം അതൊരു പ്രത്യേക ഒരു
അന്തരീക്ഷമാണത്. ഗീതയാണ് ആ കഥാപാത്രം അഭിനയിക്കുന്നത്. അതിൽ പൈതൃകത്തിൽ അവളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിലൂടെ വരുന്നുണ്ട് ആ പാട്ടിലൂടെ. പ്രത്യേകിച്ച് നമ്പൂരി അകത്തളങ്ങളിൽ നടക്കുന്ന ഒരു പെൺകുട്ടി ഗർഭവതിയായിരിക്കുന്ന സമയത്ത് നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നതും വരെയുള്ള പ്രോസസ്സാണ് അതിൽ ആചാരങ്ങളിലൂടെ പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഇങ്ങനെ തേടി തേടി പോണതിന്റെ ഇടയ്ക്കാണോ ജാസി ഗിഫ്റ്റിനെ കണ്ടത്? സത്യം ആണോ? ജാസിയുടെ ശബ്ദം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ ബീബൽസം എന്നൊരു ഹിന്ദി പടം ചെയ്തിരുന്നു. ബീബത്സ, സോറി, മലയാളത്തിൽ എന്ത് ചെയ്യും. അപ്പൊ അങ്ങനെ ബീബൽസ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു പാട്ട് ജാസി ചെയ്തിരിക്കുന്നത്. ജാസി മ്യൂസിക് ഡയറക്ഷനാണ്. അപ്പൊ അതിൻ്റെ അകത്ത് എവിടെയോ ഒരു ഹമ്മിങ്, ഒരു പെക്യുലർ വോയിസ്. അപ്പൊ ഞാൻ വിളിച്ചൊരു ജാസി ആ വോയിസ് ആരുടെയാന്ന് ചോദിച്ചു. അപ്പൊ ജാസി പേടിച്ചു പോയി. ജാസി പറഞ്ഞു, ഇത് സാറ് അത് ആളെ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെയാന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യും, അത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു 2-3 സ്ഥലത്തും കൂടെ. അപ്പോഴാണ് അത് പോസിറ്റീവായിട്ട് ജാസിക്ക് തോന്നിയത്. അടുത്ത പടം വന്നപ്പം, ഫോർ ദ പീപ്പിൾ വന്നപ്പം, ഞാൻ സാബുവിനോട് ചോദിച്ചു, സാബു ചെറിയ പ്രൊഡ്യൂസറോട് പറഞ്ഞു, നമുക്കൊരു പുതിയ മ്യൂസിക് ഡയറക്ടറെ പരീക്ഷിച്ചാലോ, ആ താനെന്ത് പണിച്ചോളൂ പറഞ്ഞു. അങ്ങനെ ജാസിയെ ഫോൺ ചെയ്യുന്നു. ജാസി കുറച്ച് സിറ്റുവേഷൻസ് പറഞ്ഞു കൊടുത്തു. കുറച്ച് പാട്ട് ചെയ്തിട്ട് താൻ വരൂ, എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞു. 2 ദിവസം വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ജാസി ബസ്സിലാണ് വരുന്നത്. ആ ഓഫീസിന്റെ മുന്നിൽ ജാസി കുറച്ച് നേരത്തെ എത്തി ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ വന്ന് കയ്യിലൊന്നുമില്ല. ജാസി എവിടെ പാട്ട്? കയ്യിലുണ്ട് സാറേ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ എന്താ, ഒരു ചെറിയ വാക്ക്മാൻ ഉണ്ട്. അന്നത്തെ കാലത്ത് ഒരു വാക്ക്മാൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾപ്പിക്കുകയാണ്. കേരളം മുഴുവൻ, തമിഴ്നാട്ടിലും കന്നഡത്തിലും ആന്ധ്രയിലും എല്ലാം സൂപ്പർ ഹിറ്റായ ലജ്ജാവതി ഉൾപ്പെടെയുള്ള പാട്ടുകൾ അതിനകത്ത് അയാൾ റഫായിട്ട് മൂളിയിരിക്കുകയാണ്. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വിചാരിച്ചില്ല. കൈതപ്രം എഴുതി ജാസി തന്നെ മുഴുവൻ പാടി. ലജ്ജാവതി എന്നുള്ള പാട്ട് ഞങ്ങൾ ആലപ്പുഴ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കായലിൽ പണിയെടുക്കുന്നവരും കൊയ്ത്തുകാരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് എവിടുന്നാണ് ഈ ശബ്ദം, ഇത് പ്രത്യേക ഒരു അവരുടെ എക്സ്പ്രഷനൊക്കെ. അപ്പൊ അതിന്റെ ക്യാമറമാൻ R.D. രാജശേഖറാണ്. അദ്ദേഹം പറഞ്ഞു, സാർ ഇത് ரொம்ப நல்லா இருக்கு എന്ന് പറഞ്ഞു ആ ശബ്ദം. അപ്പൊ ജാസിയെ വിളിച്ചപ്പോൾ ജാസി മദ്രാസ് പോയിരിക്കുക വേറെ ആളെ കൊണ്ട് പാടിക്കാൻ വേണ്ടി. അപ്പൊ ആ ഭാഗ്യത്തിന് അയാൾ എവിടെ പോയിരിക്കുക. അപ്പൊ ഞാൻ ജാസി വിളിച്ചു, ജാസിങ് പോരുമെന്ന് പറഞ്ഞു. ഹലോ സാറേ പാടിക്കണ്ടേ, ആരെങ്കിലും പോരുമെന്ന് പറഞ്ഞു. വന്നു തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ജാസി തൽക്കാലം ജാസി തന്നെ പാടുന്നു. ജാസിക്ക് വിശ്വാസമില്ല, ജാസി ഒരു ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു ജാസിക്ക് പാടണമെന്നും, വേറെ ആരോ പാടണമെന്നാണ് ജാസിയുടെ ആഗ്രഹം. അങ്ങനെ പാടി സെൻസേഷണൽ ഹിറ്റായി. പടത്തിന്റെ അവസാനം ആ പാട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ ജാസി പുറത്തിറങ്ങാൻ വരാത്ത പോലെ അങ്ങോട്ട് ഹിറ്റായി. എന്ത് ഹിറ്റ് എന്ന് വെച്ചാൽ 1.5 ഹിറ്റായിരുന്നു അത്. അന്ന് ഈ സോഷ്യൽ മീഡിയ നിലന്ന് ഓർത്തണം. ഉണ്ടായിരുന്നു നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇത് മുഴുവൻ കാരണം വ്യത്യസ്തമായ ശബ്ദത്തിനോടുള്ള എന്റെ ഒബ്സഷനാണ്. വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങളും മലയാള സിനിമയിൽ പയറ്റിയ ഒരാൾ തന്നെയാണ് അല്ലേ? യെസ് ഓർ നോ? യെസ്. എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരും ചോദിക്കും, നിങ്ങൾ ജോണി വാക്കർ ചെയ്തു, നിങ്ങൾ കരുണം ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താണ് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര പിടികിട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അതാണ് ഞാനും ആലോചിച്ചു. ഈ സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വിദ്യാരംഭം തൊട്ട് നോക്കുകയാണെങ്കിലും ജോണി വാക്കർ, പിന്നെ ശാന്തൻ കരുണം, പിന്നെ ദേശാടനം, അതിന്റെ ഇടയ്ക്ക് ഒരു തിളക്കം വന്നു. ഒരു ബന്ധമില്ല തമ്മിൽ. നമ്മൾ ചില കാറ്റഗറിയിലൂടെ സംവിധായകനിടുമല്ലോ, ഇത് പട്ടാളം, ഇത് മൊത്തം കുടുംബചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ജയരാജ് എന്ന സംവിധായകൻ ഒരു ജോണറിലേക്ക് ഇടാൻ പറ്റണില്ല. എനിക്ക് ഏറ്റവും വലിയ കോംപ്ലിമെന്റ് കിട്ടിയത് എന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ബ്ലസ്സി, ഡയറക്ടർ ബ്ലസ്സി പറയും, ജയനെ പറ്റി എനിക്ക് ഏറ്റവും വലിയ പേടി 6 മാസം സിനിമ ചെയ്യാതിരിക്കും, പക്ഷെ പിന്നെ വരുന്ന ഒരു സാധനത്തെ കുറിച്ച് എനിക്ക് ഭയങ്കര പേടിയാന്ന് പറയും. കാരണം ഏത് രൂപത്തിൽ അവതരിക്കുന്ന പറയാൻ പറ്റില്ല. പേര് ജയരാജ് എന്നൊരു പതുങ്ങിയ പേരാണെങ്കിലും എങ്ങനെ അവതാരം എന്ന് പറയാൻ പറ്റില്ല. പതുങ്ങിയ പേരെന്നല്ല കേട്ടോ, എനിക്കിഷ്ടമില്ലാത്ത പേരാ എന്റെ പേരും എന്റെ ശബ്ദവും. ഇഷ്ടമുള്ള എന്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ട് എനിക്ക്, അതെനിക്ക് ഇഷ്ടമാണ്. അല്ല, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണോ സിനിമ, ഒരു മേഖലയാണോ? അവർക്കാണ് ഇരിക്കേണ്ടത്. കാരണം ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. സിനിമയിൽ മുഴുവൻ നമ്മൾ ജീവിതങ്ങളെ പറയുന്നത്. എനിക്ക് ആൾക്കാരെ കരയിപ്പിക്കാൻ എളുപ്പമാണ്, കാരണം എനിക്ക് കരയാൻ എളുപ്പമാണ്. നമുക്ക് സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നു, അത് വേദനിപ്പിക്കുകയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ പ്രണയിക്കുന്നു. അപ്പൊ ചുരുക്കത്തിലൊരു വികാര ജീവിയാണ്. ചുരുക്കത്തിലല്ല, അല്ലാതെ തന്നെ ഞാനൊരു വികാര ജീവിയാണ്. ശോഭേ ഇലക്ട്രോണിക് എഞ്ചിനീയർ ആയിരുന്നില്ലേ? ഇലക്ട്രിക്കൽ എഞ്ചിനീയറോ? ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിരുന്നോ? ഇല്ല വർക്ക് ചെയ്തിട്ടില്ല, പഠിച്ചതുള്ളൂ. എന്നിട്ട് നേരെ എന്താ സിനിമയിലോട്ട് വരുന്നത്? ഞാൻ പഠിക്കുന്ന കാലത്ത് ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പോയി. ആരോ ഫ്രീ ടിക്കറ്റ് തന്നാ. ടിക്കറ്റ് വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ടാഗോർ തിയേറ്ററിൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഫിലിം ഫെസ്റ്റിവൽ പോയി കണ്ടോളൂ, ഇഷ്ടം പോലെ കണ്ടോളും പറഞ്ഞു പടങ്ങൾ. ഞാൻ ഓടി ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയി. അങ്ങനെ സിനിമയെ ഇഷ്ടമുള്ളൂ, വേറെ ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ കയറി ഫസ്റ്റ് കണ്ട സിനിമ ബൈസിക്കിൾ തീവ്സ്, പഥർ പാഞ്ചാലി, റാഷമോൺ, വെർജിൻ സ്പ്രിംഗ്. അങ്ങനെ കണ്ടു. ഒരു ദിവസം ഞാൻ ഷോക്ക് അടിച്ചു പോലെ ഇരുന്നു. കാരണം ഇതാണല്ലോ ഞാൻ തേടി നടന്ന വഴി. അന്ന് ഞാൻ തീരുമാനം എടുത്തു, ഞാനൊരു സംവിധായകനാകും.
ഇതൊക്കെ എത്ര വയസ്സുള്ളപ്പോഴാണ്? ഇത് എനിക്കൊരു 19-20 വയസ്സ്. എന്നിട്ട് നേരെ ചെന്നൈയിലേക്ക് വണ്ടി കയറിയോ? അത് കഴിഞ്ഞ് ചെന്നൈ വണ്ടി കയറണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ വീട്ടിൽ പറയാൻ പറ്റില്ല. അങ്ങനെ ഞാനൊരു കഥ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു തിരക്കഥയൊക്കെ എഴുതി. അങ്ങനെ എഴുതിയിട്ട് ഞാൻ ആദ്യം കാണിക്കാൻ വേണ്ടി പോയതാരെന്നറിയോ? ഭാരതന് അല്ല, പിന്നെ ഫാസിൽ. എവിടുന്ന്? പച്ചിക്കാട് നമ്പർ ഒരു സിനിമ പ്രസിദ്ധീകരണത്തിൽ നിന്ന് കിട്ടിയത്. ഞാൻ വിളിച്ചു അദ്ദേഹത്തെ. അത് നോക്കത്ത ദൂരത്ത് കണ്ണെന്നിട്ടും സൂപ്പർ ഹിറ്റ് കഴിഞ്ഞ് നിൽക്കുക കേട്ടോ. പക്ഷെ നല്ല ഒരു പ്ലേസിംഗ് ആയിട്ട് പറഞ്ഞു, വരൂ കഥ പറയൂ. ഞാൻ കോട്ടയത്തുനിന്ന് അതിരാവിലെ ഉള്ള ബോട്ടിൽ, നല്ല മഞ്ഞ്, നല്ല പ്രഭാതം, ഇങ്ങനെ കുട്ടനാടിന്റെ വിരുമാറിലൂടെ ഞാൻ ബോട്ടിൽ ഇങ്ങനെ ആരും അറിയാത്ത സ്വപ്നങ്ങളുമായിട്ട് പോവാണ്. അപ്പൊ വീട്ടുകാരറിഞ്ഞിട്ടില്ല. അവനെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വിട്ടാണ്. അവൻ പോവാൻ ബോട്ടിൽ കഥ പറയാൻ പോവുക. അവിടെ ചെല്ലുന്നു. സക്രിയ ബസാറിൽ ദാരുസലാം ഓട്ടോറിക്ഷയിൽ പോയി ഇറങ്ങി ചെന്ന് അവിടെ ഇങ്ങനെ ഇരുന്നു. കഥ പറയാൻ പറഞ്ഞു. കഥ മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സിനിമയിലേക്ക് വന്ന കഥകൾ പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ കഥയിലുള്ള കുഴപ്പങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. എടുത്ത വായി ഞാൻ ചോദിച്ചു, എന്നെ സഹസംവിധാനാക്കാവെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇപ്പം സിദ്ദിഖ് ലാൽ അങ്ങനെ 1-2 പുതിയ ചെറുപ്പക്കാർ ജോയിൻ ചെയ്തുള്ളതുകൊണ്ട് ഇപ്പം സമയമില്ല, പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. അവിടെ നിന്നുള്ള തിരിച്ചുള്ള എൻ്റെ യാത്ര ഉറപ്പിച്ച് ഞാൻ സിനിമ തന്നെ എൻ്റെ വഴി നേരെ മദ്രാസിലേക്ക് പോവാം. മദ്രാസിൽ ലളിത ചേച്ചിയെ പരിചയം ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചിക്ക്. എൻ്റെ ചേച്ചി അവിടെ ഉണ്ട്, മദ്രാസ് അവിടെ താമസിക്കുന്നുണ്ട്, തൊട്ടടുത്ത വീടാ. ആ ചേച്ചി വഴി ഞാൻ ലളിത ചേച്ചി പരിചയപ്പെട്ടു. ലളിത ചേച്ചി വഴി ഭരതേട്ടനിലേക്ക് എത്തി. പിന്നെ ഒരു വർഷക്കാലം മദ്രാസിന്റെ വിരുമാറിലൂടെ കത്തിരി വെയിലത്ത് കരിഞ്ഞിട്ട് നടന്നു. ഇങ്ങനെ ഓരോ ഫ്ലോറിൽ പോയി ഷൂട്ടിങ്ങും കണ്ട് ഇങ്ങനെ നടന്ന് അങ്ങനെ ഭരതേട്ടൻ്റെ കൂടെ കൂടി അസിസ്റ്റന്റ് ആയില്ലേ? യെസ്. എത്ര വർഷം ഉണ്ടായിരുന്നു? 2-2.5 വർഷം ഭരതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തു. ചിലമ്പ് തൊട്ട് വൈശാലി വരെ. ഭരതേട്ടൻ എന്ന് വെച്ചാൽ ഒരു സ്കൂളാ. രാവിലെ ചെല്ലുക, ഭരതേട്ടനെ വിളിച്ചുണർത്താൻ ഞാനാ. അപ്പൊ ചേച്ചി ദൂരെ നിന്ന് കാണുമ്പോഴേ പറയാം, അതേ വന്നു, നേരത്തെ ചെല്ല്, വേറെ പണിയൊന്നും ഇല്ല, ഇതന്നെയല്ലേ സിനിമ പഠിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള. അല്ല, അദ്ദേഹം ഞാൻ കേട്ടിട്ടുണ്ട് തിരക്കഥയൊക്കെ എഴുതുമ്പോ ഇങ്ങനെ വരച്ചിട്ടൊക്കെ, അല്ലെ, തിരക്കഥ വരച്ചിട്ടൊക്കെ. നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഞാൻ വരക്കില്ല, പക്ഷെ ഞാൻ വരപ്പിക്കും. ഈ വീരം അങ്ങനെ വരച്ചിട്ടാണ് വസന്തനെ കൊണ്ട് മുഴുവൻ വരപ്പിച്ചത്. അതാണ് സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഭരതേട്ടന്റെ ആ ഒരു സംഗീതം, പെയിന്റിങ്, വിഷ്വൽ ബ്യൂട്ടി സിനിമയ്ക്ക് ഉണ്ടാവണം, സംഗീതത്തിന്റെ പ്രാധാന്യം, ഇതെല്ലാം അവിടെ നിന്നാണ് കിട്ടുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ധൈര്യം, പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യാനുള്ള ധൈര്യവും ഭരതേട്ടൻ്റെ അടുത്തുനിന്ന്. ഭരതേട്ടൻ്റെ ഒരുപാട് സിനിമകൾ, സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ പലതും പുതുമുഖങ്ങളാണ്. വൈശാലി ഫോർ എക്സാമ്പിൾ അല്ലേ? വൈശാലി, തകര. ഞാൻ 5 വാക്ക് പറയും. ഈ വാക്ക് പറയുമ്പോൾ ആദ്യം എന്താ ഓർമ്മ വരണേന്ന് പറയണം. സാധാരണ ഞാൻ ഈ റൗണ്ടില് ഓരോരോ വാക്കുകൾ എനിക്ക് തോന്നുന്ന വാക്കാ കൊടുക്കുക. പക്ഷെ ഈ റൗണ്ടില് ഞാൻ നവരസങ്ങളാ തരാൻ പോണേ. 5 നവരസങ്ങളെ തരുള്ളൂ കേട്ടോ. നവരസങ്ങളിൽ 5 തരുള്ളൂ. റെഡിയാണോ? റെഡി. ഹാസം എന്നും പറയാം നവരസങ്ങളിൽ. ഹാസം എന്ന് പറയുമ്പോൾ മന്ദഹാസം ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും നല്ല മന്ദഹാസം ബുദ്ധന്റെ മുഖത്താണ്, ശ്രീബുദ്ധന്റെ. അത് അറിവിന്റെ ചിരിയാണ്. അപ്പൊ ലോകത്തിന്റെ സത്യം എൻലൈറ്റഡ് ആയതിനു ശേഷം ഉണ്ടാകുന്ന സന്തോഷമുണ്ട്, അത് എപ്പോഴും നിലനിൽക്കുന്ന സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ ചിരിയാണ് ആ മുഖത്ത് കണ്ടത്. അതായത് ഞാൻ ചോദിച്ചത് ഹാസ്യത്തിനെ കുറിച്ച്, പറഞ്ഞു വന്നത് ബുദ്ധന്റെ ചിരിയെ കുറിച്ച്. അത് രണ്ട് ഹാസം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിയലൈസേഷൻ ആണ് ഈ പറഞ്ഞ ഹാസം. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഭയാനകം. ചെറുപ്പകാലത്ത് ഇരുട്ടിനെ പേടിയുള്ള കാല. ചെറുപ്പത്തിൽ ഓരോ കഥകൾ പറഞ്ഞിട്ട് അന്ന് എല്ലാം ബെറ്റ് വെക്കും. നിനക്ക് ധൈര്യം ഉണ്ടോ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറച്ച് ദൂരം ഒരു ശവക്കോട്ടയുണ്ട്, അതിന്റെ മുന്നിൽ കൂടെ രാത്രി 12 മണിക്ക് നടക്കാവോ? അതാണ് ബെറ്റ്, ചലഞ്ച്. അപ്പൊ അത് ഒരിക്കലും എനിക്ക് പറ്റിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് ആ ഭാവമൊക്കെ പൊളിച്ച് വേറെ ബിൽഡിങ്ങിലൊക്കെ ആക്കി. എന്നും ആ വലിയ മതിൽക്കെട്ടും അതിനെക്കുറിച്ചുള്ള ചിന്തയും എന്നെ വല്ലാതെ പേടിപ്പെടുത്തിരുന്നു. അപ്പൊ ഏത് ഇരുട്ടും എന്നെ ആ അന്തരീക്ഷത്തിലേക്ക് വല്ലാതെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ശൃംഗാരം എന്ന് പറയുമ്പോഴേ എന്റെ മനസ്സിൽ വരുന്ന കമലഹാസന്റെ മുഖം. കാരണം ഇത്രയും ആ ശൃംഗാരഭാവം അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു നടൻ. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഞാൻ കണ്ടപ്പോൾ കൂടെ അതിനകത്തൊരു കഥക്ക് നൃത്തം പഠിപ്പിക്കുന്ന രംഗമാണ്. എന്ത് രസമാണ്. ഒരു ശകലം ഫെമിനിറ്റി ഉള്ള ആണുങ്ങളുടെ അല്ലെങ്കിൽ നൃത്തം പഠിപ്പിക്കുന്ന ആണുങ്ങളുടെ ക്യാരക്ടേഴ്സ് പലരും ചെയ്തിട്ടുണ്ട് വിശ്വരൂപത്തിലല്ലേ. ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ഡാൻസ് മാസ്റ്ററിന്റെ ചേഷ്ടകള്, ആ പെർഫോമൻസ്, എക്സ്പ്രഷൻ, അൺബിലീവബിൾ. നോ ചാൻസ്. ശാന്തം എന്ന് പറയുമ്പോൾ MT വാസുദേവൻ വളരെ ശാന്തപ്രകൃതമാണ്. ഞാനതല്ല, വാസുദേവനെ ഞാൻ കാണുന്ന കാലം തൊട്ട് വാസുദേവന്റെ ഒരു ശാന്തതയുണ്ട്. അത് അറിവിന്റെ ശാന്തതയാണ്, പക്വതയുടെ ശാന്തതയാണ്. ഭരതേട്ടനും വാസുദേവനും ഞാനും കൂടെ ഒരു താഴ്വാരം സിനിമയുടെ ഡിസ്കഷന് ഒരു മുറിയിൽ ഇരുന്നിട്ടുണ്ട്. എത്രയോ മണിക്കൂറുകളോളം ആ മുറിയിൽ നിശബ്ദതയായിരുന്നു. അദ്ദേഹം പിന്നെ പറയുന്ന ഒരു വാക്ക്, അപ്പോൾ ശാന്തതയുടെ മൂർത്തിമത് ഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വാസുദേവൻ. കരുണം എന്ന് പറയുമ്പോഴോ? തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ട സിനിമ പോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്റെ വാവച്ചൻ, എന്റെ സിനിമയിൽ അഭിനയിക്കുന്ന വാവച്ചൻ. വെറുതെ നോക്കിയിരിക്കുന്ന, എവിടെയെങ്കിലും ശ്രദ്ധിച്ചിരിക്കുന്ന മുഖം കണ്ട
കണ്ടാൽ കരുണരസമാണ്. ഭയങ്കര ഇന്നസെന്റും ആണ് അല്ലേ? ഭയങ്കര ഇന്നസെന്റ്. അതേസമയം ആ കരുണരസത്തിലുള്ള വാവച്ചൻ ഒന്ന് ചിരിച്ചാൽ ഇത്രയും നിഷ്കളങ്കത വേറെ എവിടെയില്ല. അപ്പോൾ കടൽ പോലെ വാവച്ചൻ. കാരണം എത്രയും പെട്ടെന്ന് ഏത് രസങ്ങളിലേക്ക് മാറ്റാൻ ആ മുഖത്തിന് ഒരുപാട് കഴിവുകളുണ്ട് അറിയാതെ. ഇപ്പോഴത്തെ ഒരു സിനിമാ സംസ്കാരം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന സംവിധായകരും നടന്മാരും ഒക്കെ വീട്ടിലിരിക്കുന്ന ഭാര്യയെ കൂടി സഹകരിപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അതെ. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു റിസർച്ച് ഒക്കെ നടത്തിയപ്പോൾ ഇത് തുടങ്ങി വെച്ച് ഇങ്ങനെ ഒരു ട്രെൻഡിന് തുടക്കം കുറിച്ചത് സംവിധായകൻ ജയരാജ് ആണല്ലോ എന്ന് ഞാൻ ഓർക്കായികയില്ല. അങ്ങനെ വഴിക്ക് വരൂ. എന്തായിരുന്നു ചേച്ചിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നോ, ഒരു ടാലന്റ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ എപ്പോഴും പെൺകുട്ടികൾ അവരെല്ലാം ഇൻഡിപെൻഡന്റ് ആണോന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിപ്പം വിവാഹം കഴിച്ച സ്ത്രീകളാണെങ്കിലും അവര് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആകുന്നതാണ് എപ്പോഴും നല്ലത്. സ്വന്തം കാലിൽ നിൽക്കുക. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ സബിത പഠിക്കാനായിട്ട് MA പഠിക്കാൻ വിട്ടു. പിന്നെ നിഫ്റ്റില് കോസ്റ്റ്യൂം ഡിസൈനിങ് പഠിക്കാൻ വിട്ടു. അല്ല, ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കട്ടെ, ഈ പറയുന്ന സബിത ചേച്ചിയുടെ വീട്ടില് ഷൂട്ടിങ്ങിന് വന്നപ്പോ ജനലരികിൽ നിൽക്കുന്ന ഒരാളെ കണ്ട് കല്യാണം കഴിച്ചല്ലേ? അങ്ങനെ എന്തോ സ്റ്റോറി? സംശയമുണ്ടോ? ആ നാട്ടില് മുഴുവൻ പാട്ട്. അന്ന് ഞാൻ ചെറുതാ, പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു ചെറുതെന്നങ്ങ് പറഞ്ഞപ്പോ തീരെ കുഞ്ഞാവല്ലേ. അതന്നെ സ്റ്റോറി. അതന്നെ. പൈതൃകം സിനിമ ഷൂട്ടിങ്ങിന് ഒരു വീട് കിട്ടിയില്ല. പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു വീട്. ആ വീട്ടിൽ ഷൂട്ടിങ്ങിന് ചെല്ലുന്നു. ആ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നു. ആ വീട്ടില് ഫംഗ്ഷൻ നടക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഒരു പെൺകുട്ടി എനിക്ക് കണ്ടപ്പോ വിവാഹം കഴിക്കണം എന്ന് തോന്നി. അന്ന് വൈകുന്നേരം തന്നെ വിവാഹം ആലോചിച്ചു. ഓടിച്ചു വിട്ടു അവിടുന്ന്. ആണോ? പ്രൊഫസർ അല്ലേ അച്ഛൻ? അതെ. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഞങ്ങള് വിവാഹം കഴിക്കുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ എന്റെ കൂടെ വന്നുകൊണ്ട് മാത്രമല്ല, അവർ ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ വീണ്ടും പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു. MA പഠിക്കുന്നു ലിറ്ററേച്ചർ. അതിനുശേഷം നിഫ്റ്റിൽ വിട്ടിട്ട് ഫാഷൻ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നു. ഒരു 10 സിനിമയോളം കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് ചെയ്തു. അത് സ്വന്തം പടത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ? അങ്ങനെ ഒരു പടത്തില് സ്റ്റേറ്റ് അവാർഡ് കിട്ടി കണ്ണകിയിൽ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു എനിക്ക് ബോറടിച്ചു എന്ന് പറഞ്ഞു. ശരി, ഇനി എന്ത് വേണം? എനിക്ക് അഭിനയമാണ് ഇഷ്ടം. ഓക്കെ, നേരെ പൊക്കോളൂ. ബോംബെക്ക് വിട്ടു. ബോംബെയില് ബാരി ജോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിംഗ് പഠിപ്പിച്ചു. 3 മാസം ആക്ടിംഗ് കോഴ്സ് പഠിച്ചു. തിരിച്ചു വന്നു. എന്റെ സിനിമകളിൽ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. വീരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ക്യാമൽ സഫാരിയിൽ ഓർക്കുന്നുണ്ട്. പിന്നെ പകർനാട്ടത്തിലുണ്ട്. മുഴുവൻ നായിക കഥാപാത്രമാണ്. എന്നെ കൊണ്ട് ചെയ്യുന്ന എല്ലാ സപ്പോർട്ടും. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു എപ്പോഴും പഠിക്കണം. അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മൾ കാണുന്ന ഒരു ജോലി, ഇപ്പൊ ആരെങ്കിലും എന്റെ അടുത്ത് അസിസ്റ്റന്റായിട്ട് വരുമ്പോഴും ഞാൻ പറയാറുണ്ട് അവരോട്, നിങ്ങൾ ആദ്യം ഒരു ജോലി സമ്പാദിക്കൂ, എന്നിട്ട് ഇതൊരു പാഷനായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഹോബി ആയിട്ട് കാണും സിനിമ. ഇതിപ്പോ സ്വന്തം സിനിമയായിട്ട് മാത്രമാണോ അഭിനയിക്കാൻ വിട്ടതും? കോസ്റ്റ്യൂം ഡിസൈനിങ്ങും വേറെ സിനിമയാണെങ്കിലും വിടും? തീർച്ചയായിട്ടും വിടും. അപ്പൊ അന്ന് ഇങ്ങനെ ഒരു മൂവ് എടുത്തു കഴിഞ്ഞപ്പോ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള വേറെ ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ? ഇല്ല കേട്ടോ, അങ്ങനൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം പെൺകുട്ടി ഒറ്റയ്ക്ക് കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലേക്ക് വരുമ്പോ സാഹചര്യങ്ങളൊക്കെ അത്രയും നമുക്ക് ചേരുന്നായിരുന്നില്ല ഇന്നത്തെ പോലെ. അതെ, ഇപ്പൊ ഒരുപാട് പേര് വരുന്നുണ്ട്, അന്നത്ര ആയിരുന്നില്ല. ആരാ സിനിമയിൽ ഏറ്റവും അടുത്ത സുഹൃത്ത്? രഞ്ജി പണിക്കർ, ക്യാമറമാൻ സുകുമാർ, അങ്ങനെ കുറെ പേരുണ്ട്. ആക്ടേഴ്സ് ആയിട്ടൊക്കെ സൗഹൃദമുണ്ടോ? സൗഹൃദമുണ്ട്. അത്രയും ഡീപ്പായിട്ടുള്ള സൗഹൃദം കുറവാണ്. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണോ? ഇതുപോലെയാണ് എപ്പോഴും? വീട്ടിലൊക്കെ എങ്ങനെയാ? ചില സമയത്ത് ശല്യം സഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തോന്നും. ആർക്ക്? മറ്റുള്ളവർക്ക്, എന്റെ കൂടെ ഉള്ളവർക്ക്. ചില സമയത്ത് എന്റെ നിശബ്ദത മറ്റുള്ളവർക്ക് ശല്യമാവും. വായിക്കോ നന്നായിട്ട്? വായിക്കും. നല്ല ഭാഷ, അതുകൊണ്ടാ ചോദിച്ചത്. കാര്യം പറഞ്ഞത്. ഇനിയിപ്പോ എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല, ഞാൻ നിർത്താൻ പോവാ. അതെന്താ അത്ര ബോറടിച്ച? ആവശ്യമുള്ളതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിർത്താൻ പോവാ. ചതിയനായ ചന്തുവിന്റെ കഥ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ സ്പോട്ട്ലൈറ്റ് തുടങ്ങിയത്. ഇനി ആരും ജീവിതത്തിൽ ചതിക്കാതിരിക്കട്ടെ കേട്ടോ. നല്ല സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ട് ഈ വീരം പോവുകയും ചെയ്യട്ടെ. ഞാൻ സിനിമ കാണാം, സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. പ്ലീസ്. അറിയാലോ, ഞാൻ ബ്രൂട്ടലി ഓണസ്റ്റ് ആണ്. ഓണസ്റ്റ് ആവണം. കാരണം ഈ സിനിമ കണ്ടതിന് ശേഷം ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം പറയുമ്പോഴാണ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഇതൊരു വെല്ലുവിളിയാണ്. ലോകത്തിൽ ഒരുപാട് മാക്ബെത്ത് അഡാപ്റ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനോടൊക്കെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, നമ്മുടെ കൾച്ചറിൽ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഓണസ്റ്റ് ആയിട്ടുള്ള മറുപടി ഉണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക് എന്റെ കരിയറിൽ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലേ? ഇപ്പൊ ഇത്ര നാളുള്ള ട്രാക്ക് വെച്ച് നോക്കുമ്പോൾ 2 വർഷം കൂടുമ്പോഴാണ് സിനിമ ചെയ്യുന്നത്. ഇനിയിപ്പോ 2017 വീര ഇറങ്ങി നിർത്തിയിട്ട് ഇനി 2 വർഷം കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അല്ല, വീരത്തിന് മാത്രം ഇത്ര സമയം എടുത്തുള്ളൂ. കാരണം വീര അത്രയും പ്രിപ്പറേഷൻ വേണമായിരുന്നു, ഒരുപാട് കാലം കാത്തിരുന്നു. ശരി, അപ്പൊ ഇനി 2 വർഷം കഴിഞ്ഞിട്ട് ഇനി കാണുള്ളൂ? അല്ല, 1 വർഷം കഴിഞ്ഞ് കാണും. ഉറപ്പാണോ? ഉറപ്പാണ്. വിശക്കണമൊന്നുമില്ലേ? കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്? എവിടെ സംസാരിച്ച് വിശപ്പുള്ള വിശപ്പോടെ പോയി. എനിക്ക് വിശക്കാൻ തുടങ്ങി.